ഈ ഐസ്ക്രീം ഉരുവും പോലെ ഷിബുറോക്സിന്റെ ചൂടടിച്ച നീ ഉരുവിക്ക് അരമണിക്കൂറിനകത്ത് ഇവിടെ നിന്ന് വിട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പാറമട വീട്ടിലേക്ക് നമ്മുടെ ഷാരോൺ എത്തുകയാണ്. ഷാരോണും നമ്മുടെ ശിവാനിയും കൂടെ. എന്നിട്ട് പാറമട വീടിന്റെ പരിസരത്തൊക്കെ പോയി ചുറ്റിക്കറങ്ങി കൈയൊക്കെ കോർത്ത് പിടിച്ച് പാട്ടൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക. അപ്പൊ ദാ ഇരിക്കുന്നു ഒരു ഷിബു റോക്സ്, നമ്മുടെ സ്വന്തം റോക്സ്. അതേ കൂട്ടുകാരെ അവിടെ ബൈക്കിൽ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇവരെ ഭയങ്കര കട്ടക്കലിപ്പിൽ ഇങ്ങനെ വീക്ഷിക്കുവാണേ. അപ്പത്തേക്ക് നോക്കും നമ്മുടെ ശിവാനി നോക്കുമ്പോൾ ദാ ഇരിക്കുന്നു ഷിബു റോക്സ്. അങ്ങനെ നമ്മുടെ ഷിബു റോക്സ് ആണെങ്കിൽ നമ്മുടെ ഷാരോണെ വിളിക്കുന്നുണ്ട്. എടേ ഇങ്ങ് വാടേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അരമണിക്കൂർ നിനക്ക് ഞാൻ സമയം തരും, അതിക്കുള്ളിൽ എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് വിട്ടോളണം, സ്ഥലം വിട്ടോളണം എന്ന് പറയുകയാണ്. അപ്പൊ ഷിബു റോക്സ് അല്ല നമ്മുടെ ഷാരോൺ ഒന്നും എന്താ പറയാ അത്രയ്ക്കൊന്നും ആ ഒരു ഭീഷണിയിൽ വഴങ്ങുന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ഷിബു റോക്സിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ശിവാനിയായിട്ട് കൈയൊക്കെ കോർത്ത് പിടിച്ച് കൈയൊക്കെ അടിച്ചും സംസാരിച്ചും പാട്ടൊക്കെ പാടിയും കളിച്ചും ചിരിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഷിബു റോക്സിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം. അപ്പൊ വീട്ടിൽ തിരിച്ച് നമ്മുടെ പാറമട വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശിവാനി ഇക്കാര്യം നമ്മുടെ പാറമട വീട്ടിലെ ആൾക്കാരോട് പറയുന്നുണ്ട്. അപ്പൊ സിദ്ധോളിയും പറയുന്നുണ്ട്, ഇനി ഇവിടെ കുറച്ച് നാളത്തേക്ക് ഷിബു ഇങ്ങനെ കറങ്ങി നടക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശിവാനി പറയുന്നുണ്ട്, എന്നാ പിന്നെ അവന്റെ എന്ത് എന്റെ കൈ കൊണ്ടായിരിക്കും എന്ന് നമ്മുടെ ശിവാനിയും പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങനെ മുട്ടൻ കലിപ്പിലാട്ടോ. ലാസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ പാറമട വീടിന്റെ പരിസരത്ത് തലയിൽ കൂടി തുണിയെ കിട്ടിയ ഒരാൾ ഇങ്ങനെ കറങ്ങി നടക്കുക. ഈ ഒരു വീടിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആരായിരിക്കുമല്ലോ അയാള്. നമ്മുടെ ഭവാനി അമ്മയും കനകാന്റിയും കാണുന്നുണ്ട്. അവരപ്പോ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരായിരിക്കും നിങ്ങൾക്ക് എന്ന് തോന്നുന്നു ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.